ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും നനച്ചോളിൻ്റെ പനിയിലൊക്കെയാണ് അല്ലേ? കുറേ ആളതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ എൻ്റേതാണെങ്കിൽ കുറച്ചുകൂടെ കഴിയാനുണ്ട് കേട്ടോ. ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഇന്നത്തെ പണികളൊക്കെ തീർക്കാൻ വേണ്ടി പോണത്. അപ്പോൾ വീഡിയോ കാണാൻ തുടങ്ങുമ്പോൾ മറക്കണ്ട, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. ഞാൻ ഇന്നിപ്പോൾ പണികളിടയിലൂടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണല്ലോ കൊലപാതകം. 2025 ജനുവരി 1 തൊട്ട് തുടങ്ങിയ വെറൈറ്റി കൊലപാതകങ്ങളാണ്. അവസാനം എത്തിയിരിക്കുന്നത് മറ്റേ ആ ഒരു 5 ആളെ ഒരു മോന് ചുറ്റി വെച്ചിട്ട് അടിച്ച് കൊന്നു എന്നുള്ള ആ ഒരു ന്യൂസല്ലേ. ഓരോ ദിവസം ഓരോ വാർത്തകളാണ്. കണ്ടിട്ട് ഞെട്ടലൊന്നും ഇപ്പോൾ ആർക്കും ഇല്ലെന്ന് നമുക്കറിയാം. പക്ഷെ ഞെട്ടലിൻ്റെ ഞാൻ നോക്കണം പടച്ചോൻ, ഇന്നിപ്പോൾ എന്താ ഓരോ ദിവസവും വിചിത്രമായ മരണങ്ങളാണ് ഓരോരുത്തർക്കും. പിന്നെ ഞാൻ എന്തോ മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൊണ്ടാണോ എന്തായാലും എൻ്റെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരാൾക്ക് ഒരു ദേഷ്യം വന്ന് വിചാരിച്ചിട്ട് ഒരാളെ പോയിട്ട് അടിച്ച് കൊല്ലാനോ, ഒരാൾ ഉപദേശിച്ചെന്ന് വെച്ചിട്ട് പോയിട്ട് ചുറ്റി വെച്ചിട്ട് അടിച്ച് കൊല്ലാനോ, സ്നേഹം കൂടിയിട്ട് അടിച്ച് കൊല്ലാനോ, അതൊന്നും എന്തായാലും നിൽക്കില്ല. അത്രയും വികൃതമായൊരു മാനസികാവസ്ഥ വരുന്നുണ്ടാവും ഏതോ സമയത്ത്. അതിനിപ്പോൾ മയക്കുമരുന്ന് എന്ത് ലഹരിയാണെന്ന് പടച്ചോനിക്കറിയാം. അപ്പോൾ അത് ഇങ്ങനെ ഇപ്പോഴത്തെ ഓരോ വാർത്ത ഇങ്ങനെ കണ്ടപ്പോഴേ എൻ്റെ ലൈഫിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളൊരു സംഭവം ഞാനിവിടെ പറയാൻ വിചാരിച്ചു. ഒരു 4-5 വർഷം മുൻപ് കുതിരവട്ടം മെൻ്റൽ ഹോസ്പിറ്റലിൽ ഒരാഴ്ച എനിക്കവിടെ നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അവിടെ ഒരു ക്യാമ്പിന് വേണ്ടിയിട്ട് പോയതായിരുന്നു കേട്ടോ. ആ സമയത്ത് അമീനൊക്കെ ഇവിടെ വീട്ടിലൊക്കെ ആക്കി കൊടുത്ത്, സോനൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ അമീനിന് തന്നെ ഒരു 5-6 വയസ്സായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ സമയത്താണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ പോയി, അവിടെ ഫസ്റ്റായിട്ട് ഹോസ്പിറ്റലിൽ കയറി കണ്ടപ്പോൾ തന്നെ അത് വേറൊരു ലോകമാണ് കേട്ടോ. എന്താണ്, വിജനമായ വിശാലമായ വേറൊരു ലോകമാണ്. ഞാൻ അവിടെ കയറിയപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, പടച്ചോനെ ഇവിടെ വരാൻ ആർക്കും വിധി ഉണ്ടാവല്ലേ. കാരണം ഒന്നുകിൽ അവിടെ അസുഖമായിട്ട് വരുന്നവരായിരിക്കും, ഇല്ലെങ്കിൽ അസുഖക്കാർക്ക് കൂട്ടിരിക്കാൻ വരുന്നവരായിരിക്കും. ഇത് രണ്ടും അല്ലാത്ത ആളുകൾ അവിടെ വരാൻ ചാൻസ് കുറവാണ്. അപ്പോൾ എന്താണ്, ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കൂടെ നിൽക്കുന്ന ആളുകൾക്കും പിന്നെ വേറൊരു സിറ്റുവേഷനിൽ എത്തും കേട്ടോ. അത് അവിടെ പോയി കണ്ടാലേ അറിയുള്ളൂ. പക്ഷെ ഞാൻ പറയണത്, ജീവിതത്തിൽ നമ്മളെ മക്കളെയും നമ്മളെ ഫാമിലിയിൽ നിന്നൊക്കെ അവിടെ ഒരു സന്ദർശനത്തിന് അവസരം ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോകണം. ശരിക്കും അവിടെ കൊണ്ടുപോയിട്ട് കാണണം മക്കൾ. അത്ര ഒരു അവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്താ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയാൽ അറിയാം. കുറേ വാർഡുകൾ, അവിടുന്ന് കൂക്കലും വിളികളും, പിന്നെ ഒരു ഭാഗത്ത് സെല്ലുകൾ, സാധാരണ ആളുകൾ, കുറച്ച് നല്ല നോർമലായിട്ടുള്ള ആളുകളെ തുറന്നൊക്കെ വിടും. അതിൻ്റെ ആ കോമ്പൗണ്ടിലൂടെയൊക്കെ നടക്കും. ചുറ്റും വലിയ മതിലാണ്. ആ ലോകത്തിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറിയാൽ പിന്നെ അവിടുന്ന് പുറത്തേക്ക് ഇറക്കില്ല ആർക്കും. ഇനി കൂടെ നിൽക്കുന്ന ആളുകൾക്കും ഇല്ല, അവിടെ രോഗിയായിട്ട് നിൽക്കുന്ന ആളുകൾക്കും ഇല്ല. ക്യാൻറ്റീൻ അവിടെ ഉണ്ട്, മരുന്നുകൾ അവിടെ ഉണ്ട്, എല്ലാം അവിടെ ഉണ്ട്. ടി വി ഉണ്ട് അവിടെ. കുറച്ച് ആളുകളൊക്കെ ടി വി കണ്ടിരിക്കും. മനസ്സ് അസ്വസ്ഥമായിട്ടുള്ള ഒരുപാട് ആളുകൾ, കുറേ ആളുകൾ ചിന്തിച്ചിരിക്കും, കുറേ ആളുകൾ അങ്ങനെ എന്താ സിനിമയിലൊക്കെ കാണുന്നുണ്ടല്ലോ, അതേ സംഭവം തന്നെ. പക്ഷേ ഓരോരുത്തർ ഈ അസുഖമുള്ള ഓരോ ആളുകളെ ജീവിതവും ഒരു തടവറയിൽ തന്നെയാണ് കേട്ടോ. ഇപ്പോഴത്തെ ഈ മക്കളൊന്നും അതറിയായിട്ടാണ്, ഇങ്ങനത്തെ ഒരു കാര്യമേ ഇല്ല. അതൊക്കെ ഞാൻ ചിന്തിക്കും, അതൊക്കെ ഒന്ന് പോയി കാണണം, കണ്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാനിങ്ങനെ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്, പുറത്തിങ്ങനെ കുറച്ച് സമയം ഇരിക്കുന്ന സമയത്ത്, അവിടെ ഒരു ഉമ്മ മുറ്റത്തിൻ്റെ ഒരു സൈഡ്, ഹോസ്പിറ്റലിൻ്റെ മുറ്റം, അതിൻ്റെ സൈഡിൽ ചെറിയൊരു കെട്ടുണ്ട്. ആ കെട്ടിൻ്റെ മേലെ ചെറിയൊരു മുസല്ല വിരിച്ചിട്ട്, അവിടെ അത്ര മുസല്ല വിരിക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. ആ മുസല്ല വിരിച്ചിട്ട് അവിടെ ഇരുന്ന് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യുന്നുണ്ട്. അങ്ങനെ 2-3 ദിവസമായി ഞങ്ങൾ പരസ്പരം കാണുന്നു. പക്ഷേ വലിയ കാര്യങ്ങളൊന്നും സാധാരണ ഹോസ്പിറ്റലുകൾ പോലെ എന്താവില്ല, ചിരിച്ച് കളിച്ച് സന്തോഷിച്ചിട്ട് ആരും അവിടെ ഞാൻ കണ്ടിട്ടില്ല, ഒരാളെ പോലും കണ്ടിട്ടില്ല. അപ്പോൾ എന്താ ഇവിടെയെന്ന് അതിനോട് ചോദിക്കാൻ എനിക്കൊരു പേടിയാണ്. പക്ഷേ എന്നോട് ഇങ്ങോട്ട് തന്നെ പറഞ്ഞു, ഞാനിങ്ങനെ മോനെയും കൊണ്ട് വന്നതാണ്, ഇതാ ഈ സെല്ലിൽ കിടക്കുന്നതാണ് എൻ്റെ മോന്. അപ്പോൾ ഞാൻ ആ സെല്ലിൻ്റെ ഉള്ളിലേക്കൊന്ന് നോക്കിയപ്പോൾ നല്ല അടിപൊളി ഒരു മോന്, 22 വയസ്സാണ് അന്നായിട്ടുള്ളത്. പേരൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയണ്ടല്ലോ. അപ്പോൾ മലപ്പുറം ആ ഭാഗത്തുള്ളൊരു വീട്ടിലുള്ള ആളുകളാണ്. ഞാൻ ഫസ്റ്റ് ചിന്തിച്ചു, ഈ ഒരു ന്യൂസ് വന്നപ്പോൾ
ഇപ്പോൾ ഈ അക്രമം നടത്തിയ ചെക്കൻ്റെ അതേ സെയിം ഏജ് അന്നാണ്. പക്ഷെ ഞാൻ ഈ കുട്ടിയാണോ ഇത് അങ്ങനെ പെട്ടെന്ന് നോക്കിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് ഞാൻ ഇങ്ങനെ ഒരാളെ നേരി കണ്ടിട്ടുണ്ടല്ലോ. പക്ഷെ അതൊന്നല്ല, അതന്ന് അവന് 22 വയസ്സ്, ഈ ചെക്കൻ ഇപ്പോൾ 23 വയസ്സ് അങ്ങനെയാണല്ലോ. പക്ഷേ ആ കുട്ടീനെ എന്തുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവിട്ടത് എന്നറിയോ? ഈ കുതിരവട്ടം മെൻ്റൽ ഹോസ്പിറ്റലിൽ ആ കുട്ടി എത്തിയത് പഠിക്കാൻ, എൻജിനീയറിങ് പഠിക്കാൻ ദൂരെയുള്ള ഏതോ ഒരു കോളേജിൽ പോയതാണ്. അങ്ങനെ ദൂരെയുള്ള ഏതോ ഒരു കോളേജിൽ എൻജിനീയറിങ് പഠിക്കാൻ പോയിട്ട് ആ ഉമ്മ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. എൻജിനീയറിങ് പഠിക്കാൻ കൊണ്ടാക്കിയ അവിടെ നിന്ന് കുറച്ച് പുതിയ കുട്ടികളായിട്ട് കൂട്ടുകൂടിയിട്ട് അവിടെ നിന്ന് ഈ ഡ്രഗ്സിൻ്റെ ഉപയോഗം തുടങ്ങിയിട്ട് ഇപ്പോൾ ക്ലാസ്സിനുള്ള സമയത്താണെങ്കിൽ അവിടെ ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്ത് ലീവുള്ള സമയത്ത് നാട്ടിൽ വരുമല്ലോ. അപ്പോൾ 2 ദിവസമാണ് ലീവ് ഉണ്ടാവുകയെന്ന് വെച്ചാൽ കുഴപ്പമില്ല. പിന്നെ കുറച്ച് ലീവൊക്കെ ഒരാഴ്ചക്കൊക്കെ ലീവ് കിട്ടാൻ തുടങ്ങിയപ്പോൾ ഈ ഐറ്റങ്ങൾ ഇവിടെ കിട്ടാതെ ആയിരുന്നു. അങ്ങനെ കിട്ടാതായപ്പോൾ പരവശം തുടങ്ങി, ഇവിടുന്ന് അസ്വസ്ഥതകളൊക്കെ കാണിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവരെന്താ പേടിച്ചതാണോ, പിന്നെ എന്തോ കണ്ട് പേടിച്ചതാണോ അങ്ങനെയൊക്കെ ചിന്തിക്കുമല്ലോ. അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് അതിനനുസരിച്ചുള്ള ചികിത്സകൾ നടത്തി. അതിൽ കുറേ ആയിട്ട് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഫസ്റ്റൊക്കെ ഭയങ്കര വയലൻ്റ് ആയി തുടങ്ങിയപ്പോൾ ഇഞ്ചക്ഷൻ വെച്ച് മയക്കി. പിന്നെയാണ് ഇവർ ഡോക്ടേഴ്സ് ആണെങ്കിലും ഇങ്ങനെ സംശയം പറയുന്നതും അതിനുള്ള ചെക്കപ്പുകളും കാര്യങ്ങളും നടത്തി കൗൺസിലിങ്ങൊക്കെ ചെയ്ത് ചെക്കനോട് ചോദിച്ചപ്പോൾ, ഈ കുട്ടീനോട് ചോദിച്ചപ്പോൾ സംഭവം ഇത് തന്നെയാണെന്ന് അവർക്ക് മനസ്സിലായി. അതായത് ഡ്രഗ്സിൻ്റെ ഉപയോഗം തന്നെയാണ് ഇങ്ങനെ ആവാൻ കാരണം. അങ്ങനെ പിന്നെ പഠിപ്പാണെങ്കിൽ നല്ലോണം നല്ല രീതിക്ക് പഠിക്കുന്ന കുട്ടിയാണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പഠിപ്പ് ഇല്ലാതാക്കാൻ ഇവർക്ക് തോന്നിയതുമില്ല. അങ്ങനെ ഫസ്റ്റത്തെ പ്രാവശ്യം ഇതൊക്കെ മനസ്സിലായി, ഇനി ഒരിക്കലും ഉണ്ടാവില്ല, ആ കൂട്ടുകൂടൂല, ഇനി അങ്ങനെ ഉപയോഗിക്കില്ല, ഇത്രയും പ്രശ്നങ്ങളൊക്കെ അത് ഉപയോഗിക്കുമ്പോൾ വരുന്നുണ്ട് എന്നൊക്കെ ഇവന് മനസ്സിലായപ്പോൾ ഇവർ വീണ്ടും ക്ലാസ്സിലേക്ക് വിട്ടു. അപ്പോൾ ക്ലാസ്സിലേക്ക് വിട്ടപ്പോൾ ഇവരാണെങ്കിൽ പാരൻസ് വിചാരിക്കുന്നത് എന്താണ്, ഇത്രയും പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ, പോരാത്തതിനാണെങ്കിൽ അതില്ലാതായപ്പോഴുള്ള ബുദ്ധിമുട്ട് ഓന് മനസ്സിലായതാണല്ലോ, അതുകൊണ്ട് ഇനി അത് യൂസ് ചെയ്യൂല അങ്ങനെ വിചാരിച്ചിട്ടാണ് വിട്ടത്. പക്ഷെ രണ്ടാമത് പോയി തിരിച്ചു വന്നപ്പോഴേക്കും ഇതിൻ്റെ ഇരട്ടി സ്വഭാവങ്ങളൊക്കെ മാറി. ആദ്യം പോയി വന്നതിനേക്കാളും വയലൻ്റ് ആയിരുന്നു. മറ്റേത് കുറേ ദിവസം കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ ഇത് അതിനേക്കാളും മുന്നേ പ്രശ്നങ്ങൾ തുടങ്ങി. പിന്നെ ഉമ്മാനെ അടിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ വീട്ടിലെ ബെഡുകളും ഒക്കെ കീറിപ്പറിച്ച് വലിച്ചിട്ടു. വീടൊരു ഭ്രാന്താലയം പോലെ ആക്കി. പിന്നെ ആ ഉമ്മ പറഞ്ഞൊരു വാക്ക് എന്താണെന്നറിയോ, മോളെ ഓനിങ്ങനെ ഇത് കിട്ടാതാകുന്ന സമയത്ത് മനുഷ്യനല്ല, ഓന് മൃഗമാണെന്നാണ് പറഞ്ഞത്. ഓനക്ക് എന്താണെന്ന് നമ്മളൊക്കെ ആരാണെന്ന് ഓനക്കറിയില്ല, ഓനൊരു മൃഗമായിട്ട് മാറുന്നു. കാരണം ഈ സെല്ലിൽ കിടക്കുന്ന ഇതാണ് എൻ്റെ മോന് എന്ന് പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തരുമ്പോൾ അത്രയും കൂളായിട്ടുള്ളൊരു മോനാണ് കേട്ടോ. എന്നോടൊക്കെ ചിരിച്ച് സംസാരിച്ച് ഒരു കുഴപ്പമില്ല, നോർമലാ. പക്ഷെ സെല്ലിൻ്റെ ഉള്ളിൽ എപ്പോഴാണ് ഇവൻ വയലൻ്റ് ആവുക എന്നറിയില്ല, അതിനെക്കൊണ്ട് സെല്ലിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ചതാണ്. അങ്ങനെ ഡോസ് കുറയുന്നതിനനുസരിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി. പിന്നെ അങ്ങനെ പിന്നത്തെ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഷോക്ക് അടിച്ച് കഴിഞ്ഞിട്ടുള്ള മനുഷ്യന്മാരെ കണ്ടില്ലേ, ഒരു മന്ദക്കനായിട്ട് നടക്കുന്നത്, അതേ ലൈഫായിട്ടാണ് പിന്നെ ജീവിക്കേണ്ടത്. ഈ മക്കളോടൊക്കെ എന്തൊക്കെ പറഞ്ഞു കൊടുത്താലാ, എങ്ങനെ പറഞ്ഞു കൊടുത്താലാ മനസ്സിലാവുകയെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്കാണെങ്കിലും മക്കളെ കാര്യത്തിൽ നല്ല ടെൻഷനാണ് ഇങ്ങനത്തെ ഓരോ ന്യൂസ് കേൾക്കുമ്പോഴും. ഒരാപത്തിലും മക്കൾ ചെന്ന് പെടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റും? എത്രത്തോളം വരെ പുറകിൽ പോയിട്ട് അന്വേഷിക്കാൻ പറ്റും? ആ ഗതികേടിൻ്റെ ഒരു അവസ്ഥ ഞാൻ ആ ഉമ്മാൻ്റെ മുഖത്ത് കണ്ടേ. എന്നോട് എന്താണെന്നറിയോ പറഞ്ഞു, എനിക്ക് 3 മക്കളാണ് മോളെ, മൂത്ത മോനാണിത്, ഇതിൻ്റെ താഴെ 2 മക്കളുണ്ട്, ഒന്ന് പെണ്ണാണ് ഒന്ന് ആണാണ്. ഇത്രയും ഈ മക്കളുടെ ഇടയിൽ ഞാൻ ഇവനെ ഒഴിവാക്കിയിടാതെ ഇവൻ്റെ കൂടെ വന്ന് നോക്കുന്നത് എന്താണെന്നറിയോ, LKG ചേർത്തി അന്ന് തൊട്ടേ നല്ല പേര് കേൾപ്പിച്ച് തന്നിട്ടുള്ളൊരു മോനാണ്. സ്കൂളിൽ പോയാലും അവൻ്റെ പേരിലറിയാം, എവിടെ പോയിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് വാങ്ങുക, ഇവൻ്റെ പേരിൽ അറിയപ്പെട്ട പേരൻസാണ് ഞങ്ങൾ. എന്നിട്ട് ഈ എൻജിനീയറിങ് എല്ലാം കഴിഞ്ഞ് എൻജിനീയറിങ്ങും കൂടി കഴിഞ്ഞ് ഓനൊരു ഭാഗത്തായല്ലോ എന്ന് ഓർക്കുന്ന സമയത്ത് ഓന് ഞങ്ങൾക്ക് തന്നതാണിത്. അങ്ങനെ ചീത്ത കൂട്ടുകെട്ടിൽ ആദ്യം കൂടി അലമ്പ് കളിച്ച് നാശമായ ഒരു മോനാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒഴിവാക്കിയിരുന്നു, വേണ്ടായിരുന്നു, ഇതിൻ്റെ പുറകിൽ നടക്കൂലായിരുന്നു. പക്ഷേ ഇത്രയും നല്ലൊരു കുട്ടി ഇങ്ങനെ ആയി പോവുകയാണല്ലോ, ഓനങ്ങനെ അതിലേക്ക് ഇട്ടുകൂടാന്നുള്ളൊരു കാര്യത്തിനാണ് ഞങ്ങൾ വന്നിട്ട് ഓനെങ്ങനെ ചികിത്സിക്കുന്നത്. അതുകൊണ്ടാണ് ഓൻ്റെ ഈ ഒരു സ്വഭാവം ഞങ്ങൾക്ക് മാറ്റിയെടുക്കണം എന്ന് തോന്നിയത്. ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് അലഞ്ഞിട്ടാണ് ഇപ്പോൾ അവസാനം വരുന്നത്. ഞങ്ങളെ ഒരുപാട് വലിയ സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകളല്ല. അപ്പോൾ ഒരുപാട് അത്യാവശ്യം പൈസ തീരുന്നവരെ പ്രൈവറ്റുകളിലൊക്കെ ചികിത്സിച്ച് അവസാനം
ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവർ എത്തിയതാണ്. പക്ഷേ ഞാൻ അവിടെ കണ്ട ആ ഒരു കുട്ടീൻ്റെ നല്ല കാലം തീർന്നു ഇല്ലേ. പിന്നെ ഇനിയിപ്പോൾ അതിന്നൊക്കെ മാറി, മൈൻഡൊക്കെ മാറി. പക്ഷെ നാട്ടിലും നാട്ടുകാരും ഒക്കെ അറിഞ്ഞു ആ കുട്ടിക്ക് എന്തോ ഒന്നുകിലും ഒരു മാനസിക രോഗി ആക്കിയിട്ടെങ്കിലും അതിനെ ചിത്രീകരിക്കും. കാരണം വയലൻ്റായി പിടിച്ച് കെട്ടി കയ്യും കാലൊക്കെ കെട്ടിയിട്ടാണ് കൊണ്ടുവരുന്നത്. അത്രയും നല്ലൊരു മോനാണ്. ഇങ്ങനത്തെ നല്ല നല്ല മക്കളാണ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പോയി പെടുന്നത്. ആ കുട്ടീനെ പറ്റി പറയാൻ ആ ഉമ്മാക്ക് നല്ല കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പാവം അതിൻ്റെ ഉപ്പയും അവിടെ വന്ന് കൂടെ കിടക്കുന്നുണ്ട്. കാരണം ഈ ഉപ്പയൊക്കെ കൂടെ വന്നിട്ട് ഈ കുതിരവട്ടം ഈ സെല്ലിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നതും അങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര മനസ്സിന് വിഷമാട്ടോ. അയാളൊക്കെ അത്രയും സമൂഹത്തിൽ നല്ല രീതിക്ക് ജീവിക്കുന്ന ആളുകളെ മക്കളാണ് ഇങ്ങനെ ആയി പോണത്. അപ്പോൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളൊരു കാര്യം, അതോടെ ഞാൻ തന്നെ നമ്മളെ ഫാമിലിയിൽ വന്നിട്ട് പറയുമായിരുന്നു, നമ്മളെ മക്കളെ നമ്മളെങ്ങനെ പഠിപ്പിക്കാൻ വിടുക, എന്ത് ധൈര്യത്തിലാണ് വിടുക എന്നൊക്കെ. പക്ഷേ ഏത് തരത്തിലുള്ള ഉപദേശങ്ങളാണ് കൊടുക്കേണ്ടതെന്ന് സത്യം പറയുകയാണെങ്കിൽ എനിക്കറിയില്ല കേട്ടോ. അല്ലാണ്ട് ഉപദേശം കൊടുക്കുമ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെടുക. നാളെ ക്ലാസ്സിൽ പറയണ കേട്ടോ, ഉപദേശം കൊടുക്കേണ്ട നിർദ്ദേശം കൊടുത്താൽ മതിയെന്ന്. എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐഡിയ ഇല്ല. ഞങ്ങളിപ്പോൾ നമ്മളെ ഏരിയ, നമ്മളെ ഈ വീടിൻ്റെ പരിസരങ്ങളിൽ മയക്കുമരുന്നിനെതിരായിട്ടുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളും പോലീസിൻ്റെ ഭാഗത്തുനിന്നും അങ്ങനെയൊക്കെ വന്നിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ആദ്യമായിട്ട് നമുക്കൊരു ക്ലാസ് തന്നിട്ടുള്ളൂ. ഒരു ക്ലാസ്സാണ് കഴിഞ്ഞിട്ടുള്ളത്. ആ ഒരു ക്ലാസ്സിൽ പിന്നെ മാതാപിതാക്കൾക്കുള്ള ക്ലാസ്സുകളാണ്, കുട്ടികളെ ഉൾപ്പെടുത്താതെ പാരൻസിന് മാത്രമുള്ള ക്ലാസ്സാണ് ഫസ്റ്റ് വെച്ചത്. അപ്പോൾ ആ ഒരു ക്ലാസ് അടിപൊളിയായിരുന്നു. എന്താണ് ഇതിൻ്റെ ദൂഷ്യഫലമെന്നും ഇതിൽ നിന്ന് എങ്ങനെ മക്കളെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റുമെന്നും ആദ്യമേ ചെയ്യേണ്ടത് നമ്മളെ മക്കളെ എല്ലാ ദിവസവും നിരീക്ഷിക്കുക. അവരിലുള്ള ചെറിയ മാറ്റം പോലും മനസ്സിലാക്കുക. എന്തെങ്കിലും മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു കൗൺസിലർ അടുത്തോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡോക്ടറെ അടുത്തോ കൊണ്ടുപോവുക. അല്ലാതെ എൻ്റെ മോന് നാളെ മാറും, എൻ്റെ മോൻ്റെ സ്വഭാവം ചെറിയ മാറ്റമുണ്ട്, ഇന്ന് പ്രശ്നമില്ലെങ്കിൽ അത് നാളെ ശരിയായിക്കോളും, പുറത്ത് മറ്റുള്ളവർ അറിഞ്ഞാൽ നാണക്കേടാ നോർത്ത് രഹസ്യമായിട്ട് മൂടി വെക്കുന്ന ആളുകളാണ് പെട്ടുപോണത്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് നാലാൾ അറിയുന്നത് ഭയങ്കര മോശമായിട്ടായിരിക്കും. പക്ഷെ നമ്മൾ ആദ്യം ചെറിയ രീതിയിൽ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പം പിടിച്ചു കൊണ്ടുപോയിട്ട് കൗൺസിലിങ്ങിനും ഡോക്ടറെ അടുത്തും കൊണ്ട് കാണിക്കുക. അവരവിടെ നിന്നുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തോളും. എങ്ങനെ ഒഴിവാക്കി എടുക്കണം ഈ കേസിൽ നിന്ന് നമ്മളെക്കാളും വ്യക്തമായിട്ട് ധാരണയുള്ള ആളുകളാണ് ഇതിനെ കുറിച്ചിട്ട് ഗവേഷണം നടത്തി ഡോക്ടേഴ്സും കാര്യങ്ങളും കൗൺസിലർമാരും ഒക്കെ. അപ്പം അങ്ങനത്തെ സ്ഥലത്ത് കൊണ്ടുപോവുക. അല്ലാതെ നമ്മൾ സ്വയം മാറും സ്ഥലത്ത് നിൽക്കറും ചെല്ലും നമുക്ക് ഒരു നന്നാവാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് മാത്രം കൊണ്ടിരിക്കാതെ നമുക്ക് പരിമിതികൾ, നമുക്ക് സത്യം പറഞ്ഞാൽ അധികം നമ്മളെ ചുറ്റുമുള്ള ലോകം മാത്രമാണ് ലോകം എന്ന് വിശ്വസിച്ച് ജീവിക്കുന്നവരാണ് അധികം. അതിൽ പെട്ടുപോവാതെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും, അതുപോലെ ഞാൻ പറയുമ്പോൾ എല്ലാ വിഷമങ്ങളും നമ്മൾ സ്വയം ഏറ്റെടുക്കാതെ നമ്മളെ മക്കളെയും കൂട്ടത്തിൽ അറിയിച്ചും ഒക്കെ വളർത്തുക. പിന്നെ ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് പോകുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഒഴിവാക്കി എടുക്കുക തന്നെ വേണം. കാരണം പക്ഷേ ഇപ്പോഴത്തെ എങ്ങനെ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഇപ്പം ഇവിടെ പറയുമ്പോഴും എങ്ങനെ പറയണം എന്നുള്ള കാര്യം എനിക്കറിയില്ല കേട്ടോ. എന്നാലും ഞാൻ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്. ഇങ്ങനെയൊക്കെ ഒരു അനുഭവം എൻ്റെ ലൈഫിലും ഉണ്ടായി. ഞാൻ നേരിട്ട് കണ്ടു. അവിടെ കണ്ടതോടെ, ആ ഒരു കുട്ടിയെ കണ്ടതോടെ തന്നെ ഞാനിവിടെ ഫാമിലിയിൽ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മക്കളെ പഠിക്കാൻ വിടുമ്പോൾ എന്താ ചെയ്യുക, ഇങ്ങനെയൊക്കെ ഉണ്ട്. നമ്മളെ കുട്ടികൾ വളരെ നല്ല കുട്ടികളാണ്. പക്ഷേ മറ്റുള്ള ഇങ്ങനെ സീനിയേഴ്സ് ഉണ്ടാവുമല്ലോ, ഇപ്പോൾ കോളേജിൽ പോകുമ്പോൾ സീനിയറായിട്ടുള്ള കുട്ടികൾ കൂട്ടുകൂടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യും. കാരണം ഇവരുടെ അടുത്ത് പൈസയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും, പിന്നെ ഫസ്റ്റൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കും, പിന്നെ ഇവരായിട്ട് മറ്റവർക്കും കൂടെ വാങ്ങിക്കൊടുത്തോളും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് പുതിയ കുട്ടികളെ ഇങ്ങനെ വലയിൽ പെടുത്തുന്നത്. ഇപ്പം എന്തായാലും ലഹരി നിറഞ്ഞൊരു കാലമായി മാറിയിട്ടോ. എവിടെ തിരിഞ്ഞാലും ലഹരി കേസ് മാത്രമേ കേൾക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളെ മക്കളെ നല്ല കാത്ത് രക്ഷിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.